അവനെ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ കണ്ണിലിവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം ചിരിച്ച് പിന്നെ അവനൊരു അനക്കമില്ല. അവൻ്റെ അവസാനത്തെ ആ നിമിഷം വരെ പോലും അവൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവൻ ഫുള്ള് ചിരിച്ചുകൊണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. നമ്മൾ പ്രസൻറ്റ് ജീവിക്കാൻ നമ്മൾ എപ്പോഴും ഫെയിൽ ആവാറുണ്ട്. ഇതിലെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൺസൾട്ടേഷൻ ഉണ്ടോ? അതും അഗെയിൻ ഒരു ക്യാൻസർ ഒരു കുട്ടിയാണ്. നമ്മളെ യോഗ എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് ഫോം ആയിരുന്നെങ്കിൽ നമ്മളെ വേൾഡിലെ തന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അതായിരിക്കും. പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതിനെ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ? നമുക്ക് ഉള്ള മടീനെ നമ്മൾ മടിയെന്ന് പറയാതെ നമ്മൾ ബിസി എന്ന് പറയും. നമ്മൾ മരത്തിന് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ശരിക്കും നമ്മൾ ഏതോ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു സാധനത്തിന് നമ്മൾ പിടിച്ച പോലെ തോന്നും. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറോപ്പതിയിൽ മെഡിസിൻസ് ഇല്ലാതെ ക്യൂർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുകയാണെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. അത് നമുക്കറിയാം ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നുകളാണ്. നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോഴും അവരുടെ ലൈഫ് ലോങ് അവരുടെ ഇപ്പോൾ ഫെർട്ടിലിറ്റി ആണെങ്കിലും അവരുടെ ശരീരത്തെ ആണെങ്കിലും എല്ലാം ബാധിക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ അതില്ലാതെ അത് ക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണോ? ഓഫ്കോഴ്സ് അതില്ലാതെ ക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും മെഡിക്കേഷൻ്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറണം, സിംറ്റമാറ്റിക് ആയിട്ടൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം എനിക്കിപ്പോൾ ഇന്നൊരു തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു ഡാൻസിനോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഫംഗ്ഷനോ അറ്റൻഡ് ചെയ്യാൻ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ടാബ്ലറ്റ് കഴിക്കും. കാരണം എനിക്ക് അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ടാബ്ലറ്റ് കഴിക്കുന്നവരുണ്ട്. അല്ലാതെ പിന്നെ എനിക്ക് പിന്നെ കൂടുതൽ കംഫർട്ട് എന്താ ടാബ്ലറ്റ് കഴിക്കാനാണ്. പിന്നെ എനിക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ എന്തൊക്കെ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കാൻ കുറച്ച് മടിക്കും. അപ്പോൾ ടാബ്ലറ്റ് ഇല്ലാതെ യോഗയും പിന്നെ നമ്മുടെ എന്താ പറയുക കുറച്ച് യോഗ മാത്രം മതി. യോഗയിൽ നമ്മൾ കുറച്ച് പ്രാണായാമമായാലും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ചുമ്മാ ഒരു സ്ഥലത്ത് മിണ്ടാതെ കണ്ണടച്ചിരിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്നാണ്. പക്ഷെ അതല്ല. നമ്മളൊരു ബുക്ക് വായിക്കുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ്റെ മീനിങ് തന്നെ നമ്മൾ ഒരു സാധനത്തിൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് ശ്രദ്ധയോടെ ചെയ്യണം. ഒരു ഗ്ലാസ് എടുത്ത് അവിടെ വയ്ക്കുന്നത് പോലും ശ്രദ്ധയോടെ ചെയ്യണം. അപ്പോൾ അതാണ് കോൺസെൻട്രേഷൻ. അതൊരു മെഡിറ്റേഷനാണ്. അപ്പം നമ്മളെ പ്രസൻറ്റിൽ ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക. അപ്പം അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതലും നമുക്ക് എന്താ പറയുക കോൺസെൻട്രേഷനും പ്രസൻസ് ഓഫ് മൈൻഡും ഉണ്ടായാൽ മോസ്റ്റ് ഓഫ് ദ സ്ട്രെസ്സ് നമുക്ക് പകുതി തന്നെ മുക്കാലും പോവും. സ്ട്രെസ്സ് എന്തുകൊണ്ടാണ് വരുന്നത്? പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും പറ്റി ആലോചിച്ചിട്ടാണ്. പ്രസൻറ്റിൽ ജീവിച്ചാൽ സ്ട്രെസ്സേ ഇല്ല. നമുക്ക് സന്തോഷത്തോടെ എപ്പോഴും ജീവിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഒരുപാട് പേര് എപ്പോഴും അവിടെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. നമ്മൾ പ്രസൻറ്റ് ജീവിക്കാൻ നമ്മൾ എപ്പോഴും ഫെയിൽ ആവാറുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കരുത് എന്നല്ല, ആവശ്യത്തിനാവാം, നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവാം. പക്ഷേ ഫുള്ള് ഫ്യൂച്ചറിലും പാസ്റ്റിലും തന്നെ ഇരുന്നാൽ നമ്മൾ ഇപ്പോഴത്തെ ജീവിതം ആർക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ ആയിപ്പോവും. യോഗ ചെയ്ത് അല്ലെങ്കിൽ ഈ നാച്ചുറോപ്പതിയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പം അതിൻ്റെ അവയർനെസ് പുറത്ത് കൊണ്ടുവരാനാണ് എന്നെപ്പോലത്തെ കുറേ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് കഷ്ടപ്പെടുന്നത്. ഞങ്ങളൊക്കെ സംസാരിച്ച് അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത് തന്നെ വലിയ ജോലിയാണ്. കാരണം നമുക്കറിയാം അവർ പോകുന്നത് കുഴിയിലേക്കാണെന്ന് നമുക്കറിയാം. ഡ്രഗ്സ് കഴിക്കാൻ പാടില്ല, അത് എന്തൊക്കെ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ നല്ലൊരു വേ ഉണ്ട്. ഇപ്പം ഒരു വലിയൊരു സേജ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ യോഗ എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് ഫോം ആയിരുന്നെങ്കിൽ നമ്മളെ വേൾഡിലെ തന്നെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അതായിരിക്കും. കാരണം യോഗ മാത്രം ചെയ്താൽ ഒരുപാട് ഡിസീസും ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ആയാലും മെൻ്റലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഫുള്ള് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെഡിസിനാണ് യോഗ. അപ്പോൾ അതാർക്കും അറിയില്ല. ഒബ്സ്റ്റക്കിൾ ആയി നിൽക്കുന്നത് ഇന്നത്തെ ആൾക്കാർക്ക് നമുക്ക് ഒരു സെൽഫ് ലവിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈമില്ലാത്ത മനുഷ്യരാണ് ഇന്നത്തെ. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും അതിന് സമയം വേണം. പക്ഷെ മരുന്ന് കഴിക്കാൻ സെക്കൻഡ് ഓഫ് ടൈം മതി. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതിനെ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ ആണ് പ്രശ്നം വരുന്നത്. അതൊരു നല്ല പോയിന്റാണ്. ഇപ്പോൾ എല്ലാവരും ബിസി ഷെഡ്യൂളാണ്. അപ്പം നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസാണ് ബിസി. നമുക്ക് ചെയ്യാനുള്ള മടി, നമുക്ക് യോഗ ചെയ്യാനായാലും എക്സസൈസ് ചെയ്യാനായാലും നമുക്ക് ഉള്ള മടീനെ നമ്മൾ മടിയെന്ന് പറയാതെ നമ്മൾ ബിസി എന്ന് പറയും. ആരും ബിസിയല്ല. നമുക്ക് വേണ്ടി ഒരു ടാബ്ലറ്റ് കഴിക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ അത് നമുക്ക് അറിയില്ല. അത് അഗെയിൻ
ലാക്ക് ഓഫ് അവയർനെസ് ഇല്ല അവർക്ക്. ടാബ്ലറ്റ് എന്തൊക്കെ ചെന്ന് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് അവർക്കറിയില്ല. അതുപോലെ യോഗ ചെയ്താൽ അവർ ഏത് ലെവലിലോട്ട് മാറും, അവർ ബിസി ഷെഡ്യൂളിലായിരുന്നാൽ പോലും ആ യോഗ ചെയ്താൽ അവർ ആ ബിസി ഷെഡ്യൂളിനെ തന്നെ ഈസി ആക്കാൻ പറ്റുന്ന ഒരുപാട് അതിലുണ്ട്. അതായത് ഓൾ ഇൻ വൺ, അങ്ങനെയാണ് യോഗ. അപ്പോൾ നമ്മൾ യോഗയും മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിലും പ്രാണായാമം ചെയ്തില്ലെങ്കിലും യോഗ മാത്രം ഡെയിലി ചെയ്താൽ നമുക്കറിയാം ഒരു യോഗ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അസുഖങ്ങൾ വരുന്നത് കുറവാണ്. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാം ബൂസ്റ്റപ്പ് ആവും. നമ്മൾ നോർമലി എക്സസൈസ് ചെയ്യുന്ന പോലെ അല്ല യോഗ. എന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്, അല്ലാതെ പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് വർക്കൗട്ട് ചെയ്യുന്ന പോലെയല്ല. അതാണ് യോഗ കുറച്ച് ഡിഫറെൻറ്റ്. പിന്നെ ഒരുപാട് പേര് യോഗയെ കുറച്ച് ബോറിംഗ് ആയിട്ടും കാണാറുണ്ട്. കാരണം ജിമ്മാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. കാരണം അവിടെ ആ DJ, ആ സോങ്, പിന്നെ ആ ഒരു പവർ, അപ്പോൾ അവർക്ക് സ്ട്രെസ് റിലീവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സ്ട്രെസ് റിലീവ് ആവാനുള്ള മെയിൻ ഒരു എസ്കേപ്പിംഗ് കുറച്ച് പേർക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളതാണ് വർക്കൗട്ട്. അപ്പോൾ ആ വർക്കൗട്ടിനെക്കാളും ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ സ്ട്രെസ് കൂടെയല്ലേ. അപ്പോൾ ഫിസിക്കൽ സ്ട്രെസ് കൂടുമ്പോൾ അവർക്ക് മെൻ്റലി സ്ട്രെസ് റെഡ്യൂസ് ആവും എന്ന് തോന്നും. പക്ഷേ യോഗയിൽ അങ്ങനെയല്ല. നമ്മൾ കാമായിട്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊന്നുമില്ല. യോഗയിലും സ്പീഡായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. ഡൈനമിക് സ്റ്റാറ്റിക് യോഗ എന്ന് 2 ടൈപ്പ് ഉണ്ട്. സ്പീഡായിട്ട് യോഗ ചെയ്യിപ്പിക്കും, സ്ലോ ആയിട്ട് യോഗ ചെയ്യിപ്പിക്കും. സ്ലോ ആയിട്ട് അപ്പോൾ ചെയ്യിപ്പിക്കും. അപ്പോഴും സ്പീഡായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡ് ആകുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ചിലവർക്ക് ബ്രേക്ക് കൊടുക്കുന്ന ഇഷ്ടമല്ല. കാരണം ബ്രേക്ക് കൊടുത്താൽ അവർ എഗെയിൻ ദിൽ ഗോ ടു ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ വീണ്ടും സ്ട്രെസ്സ് പുറത്തു വരും. അപ്പോൾ അവർക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും, മാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യോഗ തന്നുകൊണ്ടിരിക്കൂ, ബ്രേക്ക് തരല്ലേ. മീൻസ് ശവാസനയിൽ കിടക്കാൻ പറയുമ്പോൾ പോലും അവർക്ക് അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാണായാമം കൊടുക്കണം, പിന്നെ അതിനുശേഷം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം പറയാൻ പോലും പാടില്ല. കാരണം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് അവർക്ക് ആ ആലോചനയാണ്. അപ്പോൾ യോഗയിൽ കൂടെ ചെയ്ത് നമുക്ക് പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഇപ്പോൾ യോഗ ഒരുപാട് നമുക്കറിയാം. ചുമ്മാ 3 മാസം 2 മാസം ഒക്കെ ഡിപ്ലോമയും അതൊക്കെ പഠിച്ചിട്ട് അതൊന്നും ആവശ്യമില്ല. യൂട്യൂബിൽ കയറി യോഗ പഠിച്ച് സ്വന്തമായിട്ട് യോഗ ക്ലാസ് തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴും അവിടെയും അടിപെടുന്നത് നമ്മളെപ്പോലത്തെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കലിയും അനാട്ടമിയും എല്ലാം പഠിച്ച് യോഗ ഒരു ആസന ചെയ്താൽ അവരുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കും. തെറാപ്യൂട്ടിക് യോഗ, അതായത് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന പോലെ ഡയബറ്റീസിന് ഈ 5-6 യോഗ ആസനാസ് ഉണ്ട്, അത് കൊടുക്കും. അതുപോലെയാണ് ഇപ്പോൾ മെഡിസിന് പകരം നമ്മൾ യോഗാസ് എഴുതി കൊടുക്കുക, യോഗ ആസനാസ് എഴുതി കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ്. അപ്പം ചിലവർക്ക് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ലാക്ക് ഓഫ് അവയർനെസ് ആണ് ഞങ്ങൾ നാച്ചുറോപ്പതി ഇങ്ങനെ പുറകിലോട്ട് പോകാനുള്ള കാരണം. അത് പുറം ലോകത്ത് കൊണ്ടുവരാൻ ആരുമില്ല. അപ്പോൾ ആർക്കും അറിയില്ല. ആക്ച്വലി ശരിക്കും നമ്മൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ട് റിവേർട്ട് ബാക്ക് ടു നോർമൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഇങ്ങനെയൊരു സൈഡുണ്ട്. ഡ്രഗ് ഇല്ലാതെ നമ്മുടെ ശരീരം നശിപ്പിക്കാതെ തന്നെ നാച്ചുറൽ വേയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴിയുണ്ട് എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അവരിത് ചൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, സ്ട്രെസ് വരുമ്പോൾ ഓവർ ഈറ്റ് ചെയ്യുന്നവരുണ്ട്, സ്ട്രെസ് ഈറ്റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായിരുന്നു ഒരു കാലത്ത് ഒരു ട്രെൻഡിങ്. ഇന്ന് കുറച്ചും കൂടി ഒരു പെറ്റ് പാരന്റിങ് ട്രെൻഡ് വന്നിട്ടുണ്ട്. സ്ട്രെസ് വരുന്ന സമയത്ത് വളർത്തിയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? പെറ്റിനെ വളർത്തിയിട്ട് നമ്മൾ കൂടുതലും ശരിയാണ്, നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ളവരാൾ ജഡ്ജ് ചെയ്യുന്നു എന്ന് തോന്നും. ഒരു 2-3 പേര് ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവരോട് തിന്നി സംസാരിക്കാതെ നമ്മൾ തന്നെ ആരോടും മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് പോകെ മനസ്സിലാക്കും, മിണ്ടാതിരുന്നാൽ നമ്മളത് കുറച്ചുകൂടെ സഫക്കേഷൻ ആവുന്നു, ഫ്രസ്ട്രേഷൻ ആവുന്നു. നമ്മൾ തന്നെ നമ്മളെ ക്യാരക്ടർ തന്നെ മാറുന്ന പോലെ, ബിഹേവിയർ തന്നെ മാറുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ അതിന് എസ്കേപ്പ് ആവാനുള്ള വേസ് നോക്കും. അപ്പോൾ അതിൽ കുറച്ച് പേര് എസ്കേപ്പ് ആവാനുള്ള വേസ് ഞാൻ പറഞ്ഞ പോലെ ജിമ്മിൽ പോകും. വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർ കുറച്ച് റിലീവ് ആവും. പിന്നെ കുറച്ച് പേര് പെറ്റിനെ വളർത്താൻ തുടങ്ങുമ്പോൾ അവർ പെറ്റിനോട് സംസാരിക്കും. അപ്പം അവിടെയും മനസ്സിലാക്കണം, കേൾക്കാൻ ആരുമില്ല. പെറ്റാവുമ്പോൾ നമുക്കറിയാം തിരിച്ചൊന്നും പറയില്ല, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ പെറ്റിനെ വളർത്താൻ ഇഷ്ടമല്ലാത്തവരായാലും ഞാൻ പറയാറുണ്ട്, മിററിൽ നോക്കി നിങ്ങളെ തന്നെ നോക്കി സംസാരിക്കും. കരച്ചിൽ വന്നാലും കരയും, മിററിൽ നിങ്ങളെ നോക്കി കരയണം, നിങ്ങളെ തന്നെ സംസാരിക്കണം. പിന്നെ നമ്മൾ നാച്ചുറോപ്പതിയിൽ പറയും, മരങ്ങളുണ്ടല്ലോ, മരങ്ങളിനെ പോയി ഹഗ് ചെയ്യണം എന്ന് പറയും. നമുക്ക് ഹഗ് ചെയ്യണമെന്ന് തോന്നിയാലും നമുക്ക് പാർട്ട്നേഴ്സ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ മരത്തിനെ പോയി ഹഗ് ചെയ്യണമെന്ന് പറയും. മരത്തിനെ പോയി ഹഗ് ചെയ്യുമ്പോൾ മരത്തിൽ നമുക്കെല്ലാം അറിയാം, ഭയങ്കര നമുക്കൊരു ഓറ പ്യൂരിഫൈ ചെയ്യുന്നത് മരം ഹഗ് ചെയ്താൽ ഓറ പ്യൂരിഫിക്കേഷൻ നിറയെ ഉണ്ടാവും എന്നാണ് പറയാറ്. പ്രാണിക് ഹീലിങ്ങിൽ വരും അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയൊരു ഇത് തന്നെ ഉണ്ട്, കണ്ടന്റ് തന്നെ ഉണ്ട് അതിനുള്ളിൽ. അപ്പോൾ മരത്തിനെ പോയി ഹഗ് ചെയ്താൽ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതുപോലെ നമുക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി മൈൻഡ് സെറ്റിലുള്ളവരാണെങ്കിൽ ഡെയിലി മരത്തിനെ ഹഗ് ചെയ്താൽ
കുറച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വരാൻ പറ്റും. പിന്നെ നമ്മൾ ഓറ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സ്മോൾ ടെക്നിക്ക് കൂടെയാണ് നമ്മൾ ഈ ട്രീനെ പോയി ഹഗ് ചെയ്യുക. അത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മൾ മരത്തിന് ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ശരിക്കും നമ്മൾ ഏതോ ഒരു പേഴ്സണിനെ അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു സാധനത്തിന് നമ്മൾ പിടിച്ച പോലെ തോന്നും. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ചിലവർ മരത്തിന് ഇത് പറഞ്ഞായിട്ട് എൻ്റെ 2-3 പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഓടിപ്പോയി മരത്തിനെ ഹഗ് ചെയ്ത് കരയാൻ തുടങ്ങി. കാരണം അവർക്ക് ആ ഇമോഷൻസ് പുറത്തു വന്നു. എന്നിട്ട് മരത്തിനോട് സംസാരിക്കുക. അതൊരു ലിവിങ് ബീങ് ആണ്. അപ്പം ഒരു ലിവിങ് ബീങ് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് റിലീസ് തോന്നുന്നത് അതുകൊണ്ടാണ്. മരവും കേൾക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് ജഡ്ജ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കൺസൾട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇതിലെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൺസൾട്ടേഷൻ ഉണ്ടോ? ബുദ്ധിമുട്ട് തോന്നിയത് അതും അഗെയിൻ ഒരു ക്യാൻസർ ഒരു കുട്ടിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ 18 വയസ്സേ ഉള്ളൂ. അപ്പം 19 വയസ്സിൽ ക്യാൻസർ ശരീരം ഫുള്ള് ബാധിച്ച് മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ കുഞ്ഞിലെ അച്ഛൻ്റെ കൂടെ പണിക്ക് പോയി കാലിൽ ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞു, കമ്പിയതോ എന്തോ ഒരഞ്ഞ് മുറിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അച്ഛനോട് പറഞ്ഞ അച്ഛൻ പണിക്ക് കൊണ്ടുപോവില്ല, പക്ഷെ പുള്ളിക്കാരൻ അച്ഛനെ സഹായിക്കണം. അപ്പോൾ അച്ഛനെ വയ്യാന്ന് തോന്നുന്നു, അച്ഛനെ കാല് വയ്യ, നടുവേദന എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ഇപ്പം 9th സ്റ്റാൻഡേർഡ് തൊട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അച്ഛൻ്റെ കൂടെ. അപ്പോൾ പുള്ളിക്കാരൻ പോയി കാലിൽ ഫുള്ള് ഇങ്ങനെ ഈ തകരമൊക്കെ വന്ന് വീണ് കാലിൽ മുട്ടിൻ്റെ മുകളിലൊക്കെ ഒരുപാട് വലിയ വലിയ ഡീപ്പ് ഇൻസൈഡ് മുറിവുണ്ടായി. അങ്ങനെ മുറിവ് വന്നതിന് ശേഷം പുള്ളിക്കാരൻ അച്ഛനോട് പറയാതെ, കാരണം അച്ഛൻ കൊണ്ടുപോകാതിരുന്നാലോ എന്ന് ഓർത്തിട്ട് പറയാതെ അത് ഭയങ്കരമായിട്ട് വലുതായി വേഴ്സണായി പഴുത്ത് പിന്നെയാണ് അത് ഒരു ക്യാൻസർ കണ്ടീഷനിലോട്ട് പഴുപ്പ് കയറി ഇവിടെയൊക്കെ ഇൻഗ്വൈനൽ റീജിയനിലൊക്കെ ആയി. പിന്നെയാണ് അത് ക്യാൻസറിലോട്ട് മാറിയത്. ഒരുപാട് ദിവസം ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ പിന്നെ ഇവനാണെങ്കിൽ കാലിൽ തുണിയൊക്കെ വെച്ച് കെട്ടും ആ പസ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കുറേ ദിവസം ആയി അവസാനം അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഇവനെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ജീൻസ് പാൻറ് ഇട്ടിട്ട് പോകും. അപ്പം അവന് കാലിൽ തൊട്ടാലേ വേദനയാണ്. നോക്കിയപ്പോൾ ഈ സൈഡ് ഫുള്ള് എഫക്റ്റായി കഴിഞ്ഞു, മുകളിലോട്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു ആംബ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അത് ഓൾറെഡി മുകളിലോട്ട് അഫക്റ്റ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന്. കാരണം ഒരുപാട് ഓർഗൻസിൽ അത് അപ്പോഴത്തേക്ക് അഫക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ അവന് മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പാലിയേറ്റീവ് കെയറിലായി. അപ്പോൾ ഞാൻ അവിടെയും കുറച്ച് ദിവസം നിന്നിരുന്നു. അപ്പം പാലിയേറ്റീവ് കെയറിലായപ്പോൾ അവന് മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂവി കണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പറന്ന് തലച്ചോറിലാവുമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് പറ്റി, ഇവിടെ സൈഡിലൊരു പുണ്ണ് വരാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വലുതായി കണ്ണിൽ വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരന് TV കാണാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, മാം എനിക്ക് TV കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ഇനി TV കാണണ്ട കുറച്ച് ദിവസത്തേക്ക്, കാരണം കണ്ണ് ഹീറ്റാവുമല്ലോ. അവൻ അതാണ് ആകെ ഒരു എസ്കേപ്പ്. അവന് വേദന ഉണ്ടെങ്കിലും TV ഇട്ട് കൊടുത്താൽ അറിയില്ല. അപ്പം TV കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഒരു കണ്ണ് വേദന വരാൻ തുടങ്ങി. അപ്പം ഒരു കണ്ണ് അടച്ചു പിടിച്ച് ഇങ്ങനെ TV കാണും. അങ്ങനെ നമുക്കറിയാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവനെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കണം. അവൻ്റെ മൈൻഡിൽ ഒരു സ്ട്രെസ്സും ഒന്നും അവന് ക്യാൻസർ എന്താണെന്ന് പോലും അവന് അതിനുള്ള അവയർനെസ് ഇല്ല. അങ്ങനത്തെ ഒരു കുഞ്ഞ് ഫാമിലിയിൽ നിന്ന് വന്നവർ. അവന് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. 9th സ്റ്റാൻഡേർഡിലൊക്കെ അവൻ നിർത്തി. അപ്പോൾ അവനൊന്നും അറിയില്ല. അപ്പം അവൻ പറഞ്ഞു ക്യാൻസർ എന്ന് വെച്ചാൽ വലിയൊരു അസുഖമാണെന്നറിയാം, മരിച്ചു പോകുന്നു മാത്രം അവനറിയാം, എപ്പോഴാണെന്നൊന്നും അവനറിയില്ല. പക്ഷെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ അവന് സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പം നമ്മൾ അവനോട് പറഞ്ഞു, നീ TV കാണണ്ട മോനെ, നീ വേറെ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കുറേ യോഗയിൽ ലോഫിംഗ് തെറാപ്പി, പിന്നെ യോഗയിൽ കുറച്ച് ഫണ്ണി ആയിട്ട് കിഡ്സ് യോഗ പോലെ കുറച്ച് ഫണ്ണി ആയിട്ട് അവനെ ചെയ്യിപ്പിക്കും. ഫുൾ ടൈം അവൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം അവനെ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക, എന്തോ ഞാൻ കോമഡി പറഞ്ഞു, ഞാൻ ഭയങ്കര സംസാരമാണ്, ചിരിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ കണ്ണിലിവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം ചിരിച്ച് പിന്നെ അവനൊരു അനക്കമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്കിടാ. അപ്പോൾ അവൻ എണീക്കുന്നില്ല, എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് അവൻ്റെ ലാസ്റ്റ് എന്നെ നോക്കി ആണ് അവൻ്റെ ലാസ്റ്റ് ബ്രീത്ത് പോയത്. അവൻ്റെ അവസാനത്തെ ആ നിമിഷം വരെ പോലും അവൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവൻ ഫുള്ള് ചിരിച്ചുകൊണ്ടായിരുന്നു. അപ്പം അവനെ ചിരിപ്പിക്കാൻ വച്ചത് എൻ്റെ യോഗയും എൻ്റെ ഈ യോഗ ടെക്നിക്സ് ഞാൻ ചെയ്തതാണ്. കാരണം TV ഇല്ലാത്ത സമയത്ത് അവന് വേറെ എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല. അപ്പോൾ ഞാൻ യോഗയെ കുറച്ചുകൂടെ ഫണ്ണി ആയിട്ട് കൊണ്ടുപോയി അവൻ്റെ അടുത്ത്. അപ്പോൾ അവന് പിന്നെ അവന് TV യെക്കാളും അവന് യോഗ മതി.
യോഗ ചെയ്യാൻ വാ മാം യോഗ ചെയ്യാൻ വാ, യോഗ ടീച്ചർ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവൻ അതൊരു ഫണ്ണിയായി. അപ്പം ലാസ്റ്റ് മിനിറ്റ് വരെ അവനെ സന്തോഷത്തോടെ വയ്ക്കാൻ സഹായിച്ചത് എൻ്റെ ഈ യോഗ ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കുറച്ച് കൂടുതൽ പിന്നെ ഞാൻ മുറുക്കി പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ക്യാൻസർ പേഷ്യൻസിന് കൂടുതലും എനിക്ക് മനസ്സിലായി അവർക്ക് മൈൻഡ് മാറ്റാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇത് ടി വിയെക്കാളും കൂടുതൽ അവന് ഒരുപാട് ഒരു പോസിറ്റിവിറ്റി അവനുണ്ടാക്കി. അയ്യോ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് വേദനയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവനത് എൻജോയ് ചെയ്ത് അവൻ ഹാപ്പി ആകാൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും അറിയാവുന്നില്ല. അപ്പം എനിക്കതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ഞാനെന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ തോന്നി. അപ്പോൾ അതാണ് എനിക്കുണ്ടായ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പേര് സ്റ്റക്കാണ്, ഒരുപാട് സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. തീർച്ചയായും. പക്ഷേ അവിടെയാണ് എന്താ പറയുക, ഒരു ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടത് എന്ന് പോലും അറിയാതെ സ്റ്റക്കായി പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? എപ്പോഴും നമ്മൾ സ്റ്റക്കാവാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പക്ഷെ അത് നമുക്ക് പറ്റില്ല. എപ്പോഴും എല്ലാവർക്കും ഒരു സ്റ്റക്ക് വരും. അപ്പോൾ സ്റ്റക്ക് വരുമ്പോൾ ഒരു പോസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഒരുപാട് ബിസി ഷെഡ്യൂളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ അറസ്റ്റ് ആവും. ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവർ പറയും ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റക്കായ സമയത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വഴിത്തിരിവ് വന്നത്. കാരണം അവർ സ്റ്റക്കാവുന്നതും ആക്ച്വലി അവരുടെ മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ ചെയ്ത് മടുത്തിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ കുറേ ദിവസം ചെയ്യുമ്പോൾ സ്റ്റക്കാവും, ഫ്രീസാവും. കാരണം ഇനി വയ്യ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നതാണ് ആ സ്റ്റക്ക് എന്ന് പറയാം. അല്ലാത്ത സ്റ്റക്ക് എന്ന് പറയുന്നത് സംടൈംസ് കൺഫ്യൂഷൻ, ലോട്ട്സ് ഓഫ് ചോയ്സ്, ഒരുപാട് വഴികളുണ്ട്, ഏത് വഴിയിൽ പോകണം എന്ന് ആലോചിച്ച് സ്റ്റക്കാവും. അപ്പോൾ എല്ലാ സ്റ്റക്കും എപ്പോഴും ഒരു ബിഗിനിങ്ങിൻ്റെ ഒരു പ്ലേസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന ഒരു പ്ലേസിൽ നിന്നാണ് പുതിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം ഇഫ് യു സ്റ്റക്ക് ഇൻ സംവെയർ ഇൻ ദ ലൈഫ് എന്ന് എനിക്ക് പറയാനുള്ളത്, എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ പോയിന്റ് വെയർ യു ഹാവ് ടു ഡീവിയേറ്റ് യുവർ സെൽഫ്. അത് നിങ്ങൾ എന്തെങ്കിലും മാറി ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങളൊരു ജോബിൽ സ്റ്റക്കായി നിങ്ങളത് ഭയങ്കര മടുത്തു, ഐ എം ഡൺ എന്ന് തോന്നിയാൽ ഒരു ബ്രേക്ക് എടുക്കും. ഇപ്പോൾ ആ ജോബ് അത്ര വലിയ ജോബാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 or 2 days ലീവ് എടുത്ത് വീട്ടിൽ വരൂ, അല്ലെങ്കിൽ ഗോ ഫോർ എ ട്രിപ്പ്, എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്തിട്ട് പിന്നെ പോയാൽ ആ ബ്രെയിനിലുള്ള ആ മടുപ്പ് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ മടുപ്പ് മാറണമെങ്കിൽ നമ്മൾ അഗെയിൻ ഡെയിലി യോഗ ചെയ്താലേ ആ പോസിറ്റീവ് മെൻറ്റാലിറ്റി നമുക്ക് വരും. എന്ത് ചെയ്താലും എന്ത് നടന്നാലും നല്ലത് എന്നൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നാൽ, കാരണം അഫ്കോഴ്സ് എല്ലാവർക്കും നെഗറ്റീവ് മൈൻഡ് സെറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം അങ്ങനെയാണ്. നമുക്കൊരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ നമ്മളെ നെർവസ് സിസ്റ്റം എല്ലാം ആക്ടിവേറ്റ് ആയി, ഞാൻ പറഞ്ഞ പോലെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മെക്കാനിസത്തിലാവും. അപ്പോൾ നമുക്ക് പിന്നെ നെഗറ്റിവിറ്റിയിൽ കൂടുതൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും ഹ്യൂമൻ ബീങ്സിന്. അതങ്ങനെയാണ്, കാരണം മനുഷ്യരുടെ പ്രകൃതം അങ്ങനെയാണ്. നമുക്ക് നെഗറ്റിവിറ്റി കാണുമ്പോൾ കൂടുതൽ അലേർട്ടാവുന്നത് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി തന്ന ഒരു സാധനമാണ്. പക്ഷേ അത് ഒരുപാടാവുമ്പോഴാണ് അത് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലോട്ടൊക്കെ ആവുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി കൂടുതൽ മൈൻഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാണായാമ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നെഗറ്റിവിറ്റിയിൽ പോവാതെ നമ്മളെ തന്നെ നോക്കാൻ തുടങ്ങും. അപ്പോൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് പോയി ഫുള്ള് പോസിറ്റീവ് ആവും. പിന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരുമ്പോൾ പിന്നെ എവിടെയാണ് സ്റ്റക്കാവാൻ നമുക്ക് സമയം? സ്റ്റക്കായാൽ പോലും അതിലും എന്തോ നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഈ സ്റ്റക്നെസ് അത്ര ഉണ്ടാവില്ല. എന്തായാലും എല്ലാവർക്കും പോസിറ്റീവായിരിക്കാൻ സാധിക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചു. തീർച്ചയായും.